അല്ല ഇത് പറ 2007 മുതൽ സാറും മീര ജാസ്മിനും തമ്മിൽ തലേ ദിവസം രാത്രി വരെ മറയില്ലാത്തവളായതുകൊണ്ട് എനിക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഈ മരണത്തിന് തലേദിവസമാണോ സിബിമലയിലെ സത്യനന്ദിക്കാട് പോലുള്ള അല്ല അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. ഇന്നലെ വന്നവര് കൊണ്ടുവന്നതാ. ഇവൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്കൊരു വേദനയുണ്ട് മോനെ. ലൂയിസാറിനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? കോടികൾ പ്രതിഫലം പറ്റുന്ന സൂപ്പർ താരങ്ങളൊക്കെ അവരൊരുപാട് തിരക്കിലാണെന്നുള്ളതാണ് ഈ അമ്മ പറഞ്ഞത്. അവർക്ക് എങ്ങനെയാണ് ഈ തിരക്കൊക്കെ ഉണ്ടായത്? സ്വന്തം മനസാക്ഷിയോടെങ്കിലും ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ദുഃഖം തോന്നും. നമ്മളെല്ലാവരും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ ലോഹിതദാസ് സാറിന്റെ ഭാര്യ. സംവിധായകൻ എന്ന് പറഞ്ഞാൽ എന്തോ മലയാണെന്നും എഴുത്തുകാരനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഇനി സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം, കഥാരങ്ങളും പങ്കുവയ്ക്കാം. നമസ്കാരം, ഞാൻ ജെയിംസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് AK ലോഹിതദാസ്, അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന ആ ഒരു വലിയ പ്രതിഭയുടെ വീടിന് മുമ്പിലാണ്. ഒരു 10-ലധികം നായ്ക്കൾ ഇപ്പോൾ ഇവിടെ കുരച്ചുകൊണ്ട് ഇങ്ങോട്ട് ഓടി വന്നു. ഇതിനുള്ളിൽ AK ലോഹിതദാസിൻ്റെ ഭാര്യ സിന്ധു ലോഹിതദാസും. മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും മഞ്ജു വാര്യരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ താരനിര. ഇവർക്കൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ. മോഹൻലാൽ ഭരതത്തിലൂടെ ഭരത് നേടി. മമ്മൂട്ടി അഭിനയിച്ച വാത്സല്യം പോലുള്ള സിനിമകൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ വേണ്ടിയാവില്ല. കണ്ണുനീരിൽ കുതിർന്നല്ലാതെ ആ സിനിമ കണ്ട് അവസാനിപ്പിച്ച് നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കില്ല. സല്ലാപം, തനിയാവർത്തനം, ചെങ്കോല്, കിരീടം, അങ്ങനെ എത്രയോ സിനിമകൾ. ഈ സിനിമകളിലൊക്കെ ഈ താരങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് പല താരങ്ങളെയും പഠിപ്പിക്കുന്നത് എപ്പോഴും എഴുത്തുകാരാണ്. ഈ പേനയെ ഇങ്ങനെ പോക്കറ്റ് കുത്തി വെറുതെ നടക്കുന്നവരല്ല, നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന തിരക്കഥാകൃത്തുക്കൾ. ഈ തിരക്കഥാകൃത്തുക്കളുടെ ആ തൂലികത്തുമ്പിൽ നിന്നാണ് നല്ല കഥാപാത്രങ്ങൾ ജനിക്കുന്നത്. ആ കഥാപാത്രങ്ങളെ വൃത്തിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോഴാണ് ഒരാൾ നല്ല നടനും നടിയുമൊക്കെ ആവുന്നത്. അങ്ങനെ ആകുന്നവർ അന്ന് പ്രതിഫലം മേടിച്ച് ഇന്നിപ്പോൾ നല്ല ജീവിതാന്തസ്സിൽ ജീവിക്കുന്നു. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത്? ഇവരെ കൊണ്ടൊക്കെ നല്ല നടനും നടിയും ആയവർക്കൊക്കെ കുറച്ചൊക്കെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ആയാൽ ഒരു തെറ്റുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്നത്. മറുകുമാരി പണ്ട് മുതലേ ഉള്ളതാ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള മറുക. നിങ്ങളെ ഒരു ഭാര്യ കൂടി ഉണ്ടോ? തല്ലു പിടിക്കാറുണ്ടല്ലോ ഭാര്യനായിട്ട് വല്ലപ്പോഴും ഒക്കെ വഴക്കുണ്ടാക്കാറുണ്ട്. എപ്പോഴും ഇല്ല, എങ്കിലും ഉണ്ട്, വല്ലപ്പോഴും ഉണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയൊക്കെ എന്താ പറയാ, അല്ല അവര് തമ്മില് എന്താ പറയാ, അവരും പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ വഴക്കുണ്ടാക്കും അച്ഛനമ്മയൊക്കെ. നമുക്ക് ഈ രേഖകൾ കാണുമ്പോൾ അറിയാം. ഞാൻ മോനെ അതിന് മുൻപ് ഞാൻ കാണിച്ചു തരേം തോന്നുന്നു. ഇതാണ് യമുന നദി. ശരി ശരി. യമുനയിൽ കണ്ണനുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാ. കണ്ണ് കണ്ടോ? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്ക് ഗുപ്തവിദ്യകൾ അറിയും. ശരി. ഇത് യമുന നദി, ഇത് ഗംഗ, ഇത് സരസ്വതി. ഇവന് ധാരാളം പ്രാന്തമല്ലേ. ഇപ്പൊ യമുനയിൽ കണ്ണനെ കണ്ടു. ഇത് തുരകം. ഇവിടെ നിന്ന് വരുന്ന 3 മുഖമുള്ളതിന് തുരക യോഗം. അപ്പൊ എനിക്ക് നിങ്ങൾ ഒറ്റവട്ടം പറഞ്ഞാൽ മതി. ഈ ചിഹ്നം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കുമ്പളങ്ങയുടെ പോലെ ഇങ്ങനെ ഷേപ്പ്. ശരി. ഇത് നമ്മൾ സെക്സിനെ അതിജീവിച്ചതാ. ഏതാണ് വന്നാലും പെണ്ണ്, നമുക്കൊരു വിഷയമില്ല. ഇതാണ് ദീക്ഷാരേഖ. ഇത് പൊന്നുതമ്പുരാൻ വരയ്ക്കുന്നു, അല്ലാണ്ട് ആർക്കും ഇവിടെ ദീക്ഷ തരാൻ യോഗമില്ല. മോൻ മനസ്സ് ക്ലീൻ ആവണം, അപ്പോഴേ കാണുള്ളൂ. വായ കണ്ടോ? തുമ്പി കണ്ടോ? നിങ്ങൾക്ക് കണ്ണ് കാണാലോ. വായ ഈ ശിവന്റെ കുടുമയുടെ നേരെയാണ് ആനയുടെ കണ്ണ്. കണ്ടോ? ഈ കണ്ണ് കണ്ടോ? ഇതാണ് ശുക്രമണ്ഡലം, ഇത് വ്യാഴമണ്ഡലം, ഇത് ശനി മണ്ഡലം, ഇത് സൂര്യമണ്ഡലം, ഇത് ബുധമണ്ഡലം. സൂര്യൻ ബുധൻ്റെ അടുത്തേക്കാണ് ബുധമണ്ഡലം. ഇത് കണ്ടോ? ഇവർ ഇങ്ങനെയാണ് വ്യാഴം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇത് കാലം കയ്യിൽ വരച്ചതല്ലേ, ഞാൻ വരച്ചതല്ല. ഇനി ഞാൻ ഗണപതിനെ കാണിച്ചു തരട്ടെ. കണ്ടോ? കണ്ണ് കണ്ടോ? ഇതൊക്കെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. മോന് ഇന്നോ നാളെയോ ഒക്കെ എടുക്കാം. അങ്ങോട്ട് വാ. നിങ്ങൾ ആദ്യം അറിഞ്ഞിട്ട് ഇത് വിവരം വെച്ചിട്ട് വേണം മക്കൾ വരാൻ. ഇപ്പൊ അത് മറിച്ചു വന്നാലിപ്പോ വരും. കണ്ട അമ്മ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ ആ റോഡ് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലിയൊരു കാടും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പട്ടണത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് ലോഹി സാറിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ. നമുക്ക് ഈ സ്ഥലത്തേക്ക് വന്ന് ആ ജംഗ്ഷനിൽ ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു കുളിര് കോരിയിടുന്നൊരു ഫീലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും വിചാരിക്കരുത്, അമ്മയ്ക്ക് മക്കളുടെ അടുത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒന്ന് മാറി താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും. ഇവിടെ ഒറ്റയ്ക്കല്ലേ, കാരണം ഒറ്റയ്ക്കെന്ന് പറയുന്നില്ല ഞാൻ, കാരണം ഇവിടെ നിന്നുണ്ട് ഒരുപാട് നായ്ക്കളുണ്ട്, 8-10 നായ്ക്കളുണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്, ഒരുപാട് ജീവജാലങ്ങളുണ്ട്, പക്ഷികളൊക്കെ എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നവരാണ്.
എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് മാറി മക്കളുടെ കൂടെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറി അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അതല്ല, എനിക്ക് ഇപ്പോഴെന്നല്ല, സാറുള്ള കാലത്തെ മുതൽ ഭയങ്കര അലർജിയാണ്. എനിക്ക് അവിടുത്തെ വായു പറ്റൂല. എപ്പോൾ പോയാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഞാൻ ഈ ചെറുപ്പക്കാരിയായ ഞാൻ ആലുവയിൽ എത്തിയാൽ 100 വയസ്സുകാരിയായി. എന്നെ വളരെ സ്നേഹിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അയ്യോ 15 വയസ്സ് കൂടി ഉള്ളേക്കാളൊന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലേ, എനിക്ക് തെക്കോട്ട് പോകുന്നത് ഇഷ്ടേ ഇല്ല, ഇവിടുന്ന് വടക്കോട്ട് വേണമെങ്കിൽ പോവാം. മക്കൾ അവിടെ നിൽക്കാൻ പറയും. മോനും പല പ്രാവശ്യം വീട് വേറെ ഈ നായ്ക്കളെയും പൂച്ചകളെയും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ വീട് നോക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും സ്വർഗമുണ്ട്, അവിടെ ശുദ്ധവായു ഇല്ല, ശുദ്ധജലവും ഇല്ല. ഞാൻ അവിടെ പോയാൽ 1 മാസത്തിനുള്ളിൽ മരിച്ചു പോകും. എനിക്ക് ശുദ്ധവായു, ഇവിടുത്തെ ചെടികൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓരോ. തീർച്ചയായിട്ടും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു കുളിർമ നമുക്ക് ഫീൽ ചെയ്യാണ്. കാരണം നല്ല പച്ചപ്പിന്റെ ഒരു ലോകമാണിത്. അമ്മ തന്നെ ഇവിടെ ഉള്ളപ്പോൾ ഞാനാണെങ്കിൽ കുറേയേറെ സമയം ഗേറ്റിംഗ് വന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് അമ്മ വന്ന്, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ, പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ, അത് ലോഹി സാറിന്റെ ഭാര്യ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് സിന്ധു ലോഹിദാസ് എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരന്റെ ഭാര്യയാണ് അമ്മ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചു പോകണത്. കാരണം ഒറ്റപ്പെട്ടൊരു ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണമല്ലോ എന്ന് ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ. അദ്ദേഹത്തിന്റെ സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി കരഞ്ഞ്, വാത്സല്യമൊക്കെ പടം കണ്ട് ഇറങ്ങുമ്പോൾ ഒരു ജലദോഷത്തിന്റെ ഫീലിലാണ്, മൂക്ക് ചീറ്റിയാണ് ആളുകൾ ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള വലിയൊരു കലാകാരന്റെ ഭാര്യ ഇന്നിപ്പോ ഇങ്ങനെ താമസിക്കുന്ന കാണുമ്പോൾ അപ്പൊ ഞാൻ മക്കളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ സ്വർഗീയമായ സുഖമാണ്. ഇവിടെ ശുദ്ധവായു, ശുദ്ധജലം ഒക്കെ ഉള്ള എന്നെ കൊണ്ട് ഈ എറണാകുളം എന്ന് പറയുന്ന ജില്ലയിലെ കുപ്പത്തൊട്ടിയിൽ ഇടേണ്ട കാര്യമുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമൊക്കെ തന്നെയാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ തോറ്റു തരുന്നു, എനിക്കൊരു വിരോധമില്ല, സന്തോഷം തന്നെ. ആ ചോദ്യത്തിന് ഞാൻ തലകുനിക്കുന്നു. പക്ഷേ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. നമ്മൾ മനുഷ്യന്മാരാ, വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ഇവിടുന്ന് ഒരു ആശുപത്രിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവർ ഇവിടെ വരും. ഇവിടെ സത്യമുള്ളത് അവർക്കറിയാം. ഞാൻ ഇവിടെ ഒരാൾക്കും ദോഷം ചെയ്യുന്ന ആളല്ല. പിന്നെ എന്നോട് എന്തിനാ ഇവിടെ ഉള്ളവർക്ക് ശത്രുത? ലോഹിതദാസ് ഇവിടം പൂട്ടിയിട്ടിട്ട് 8 മാസത്തോളം തൃശ്ശൂർ വീട് വാടകയ്ക്ക് എടുത്തു. അത് കഴിഞ്ഞ് ആ വീട് സൗകര്യം കുറഞ്ഞതുകൊണ്ട് വീണ്ടും ജൂൺ 2-ാം തീയതി 1-2-ാം തീയതി വീണ്ടും പുതിയ വീടെടുത്തു. എന്താണ് മലയാള സിനിമയിലെ ഈ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോട്, അല്ലെങ്കിൽ നമ്മുടെ സിബി മലയിൽ പോലെയുള്ള സംവിധായകരോടൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് അവരോട് ഒന്നും പറയാനില്ല. ഞാൻ പുതിയ തലമുറയിലെ ദിലീഷ് പോത്തൻ, എന്താ പറയുക, അവർക്ക് ഞാൻ ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ എന്താ പറയോ, ഭീഷ്മപർവം ഇതൊക്കെ ചെയ്ത ഡയറക്ടർമാരുണ്ട്. പിന്നെ നമ്മുടെ അങ്കമാലി ഡയറീസ് ചെയ്ത ആള്, ഇവരൊക്കെ പുതു സംവിധായകരാണ്. അവരുടെ സിനിമകൾ ഞാൻ ഒരുപാട് കാണുകയും ഒക്കെ ചെയ്തതാ. അപ്പൊ ഈ ഉച്ചമയക്കം സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരാളാ. എന്താണ് അപ്പൊ ഞാനിപ്പോ ചോദിച്ചത്? അല്ലാന്ന് ഞാൻ പറയണത്, സത്യനന്ദിക്കാട് പോലുള്ള അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല, ഒരക്ഷരം പറയാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരു ദേഷ്യം വന്നു? അതല്ല, അവരെല്ലാം ലോഹിദാസിന്റെ കാലത്തുള്ളവരാ. ആരെങ്കിലും വിളിക്കുകയോ ഒരുമാറ്റം ചെയ്തിരുന്നോ ഈ സത്യനന്ദിക്കാട് അല്ലെങ്കിൽ സിബി മലയിൽ പോലുള്ള സംവിധായകരാരെങ്കിലും? അല്ല, ഞാൻ സത്യനന്ദിക്കാടുമായിട്ട് സംസാരിക്കായിരുന്നു, എഴുതിയ കവിതകളെല്ലാം പറയായിരുന്നു. സൂര്യനും ഭൂമിയുമായിട്ട് ഏറ്റവും അടുക്കുന്ന ദിവസമാണ് വിഷു. അന്ന് വിത്ത് വെതയുടെ ഉത്സവമാണ്. കണ്ണുകളുമായി കണ്ണൻ വരുന്നു. വിത്താണ് കണ്ണൻ, കണ്ണ്, വിത്തിന് കണ്ണ്, കണ്ണിൽ നിന്നാണ് മുള പൊട്ടുന്നത്. അതാണ് വിഷു. അത് ഞാൻ ഓണം വരച്ചത്. ഇത് സർപ്പം, സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഇവിടെ കൃഷി ചെയ്തത് മുഴുവനും സൂര്യഭഗവാനാണ്, ഞാനല്ല. അത് പൊന്നുതമ്പുരാൻ്റെ ആ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയാ. നമ്മൾക്ക് പേരറിയുന്ന ചെടികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കളകളാണ്. മലയാളിയെ സംബന്ധിച്ച് ഈ ഓണത്തിന് ഭൂമി പെണ്ണിന്റെ കല്യാണമാണ്, നിറവാണ്. അമ്മ കർക്കിടകം പ്രസവിക്കുന്നതാണ് ചിങ്ങത്തിന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ലോഹി സാറിന്റെ ഏകദേശം എത്ര വർഷം? ഇത് 2008 ജനുവരി 11-നാന്ന് തോന്നുന്നു ഒരു കല്യാണത്തിന് മകൻ എടുത്തതാ. ഞാൻ ഈ വലിയവന്മാരെ കുറെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചോദിച്ചോട്ടെ, മക്കളൊക്കെ ഇപ്പൊ എവിടെയാണ്? മക്കളെ ആലുവയിലുണ്ട്. ആലുവയിൽ അവരവരുടെ ജോലി ഭംഗിയായി നടത്തുന്നു. മക്കൾ എപ്പോഴും അവസാനമായിട്ട് വന്നത് ഇവിടെ? മോന് ഇപ്പോ അച്ഛന്റെ ഈ ചടങ്ങിന് ജൂൺ 28-ന് വന്ന്.
അച്ഛൻ്റെ അന്ന് പിറന്നാളിന് രാവിലെ എനിക്കൊരു സമ്മാനം കിട്ടി. കർമ്മ റോട്ട് വീലർ കയ്യിൽ ഇങ്ങനെ ഒരു കടി കിട്ടി, മറുപുറം തുളഞ്ഞു. അയ്യോ, കടിച്ചോ? അവൻ എന്റെ കൈ പിടിച്ചങ്ങ് മാറ്റി. അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന അവനെ എന്താ വിളിക്കുന്ന, അവന്റെ പേരെന്താ വിളിക്കുന്നത്? അവന്റെ പേര് കർമ്മ. കർമ്മ. അവനാണോ കടിച്ചത്? അതെന്താന്ന് വെച്ചാൽ വലിയ പാടുണ്ടല്ലോ, കാണിച്ചേ. അല്ല, ഇത് മറുപുറം തുളഞ്ഞല്ലോ. ഓ, തുളഞ്ഞു. കടിച്ചു. എത്ര നാൾ മുമ്പാണിത്? ഏപ്രിൽ 24. ഇതിപ്പോ കടിച്ചിട്ട് എന്തെങ്കിലും ഇഞ്ചക്ഷൻ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിരുന്നോ? ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല. ഇവൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതാണോ? അവൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കാറുള്ളത്. എത്ര നാൾ മുന്നേ എടുത്ത അവസാനം? അവനെടുത്ത 1 വർഷം 2 വർഷമൊക്കെ. 2 വർഷം ബാക്കിലാണോ എടുത്തത്? പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ദിവസം വെള്ളത്തിൽ കളിക്കുന്ന അവനാണ്. എനിക്ക് പിടിക്കണെങ്കിൽ എപ്പോഴും പിടിച്ച് മക്കളൊന്ന് പറഞ്ഞായിരുന്നു. എന്റെ മകൻ നോക്കി നിൽക്കുമ്പോഴാണ് ഇവൻ എന്റെ കൈ പിടിച്ചു മാറ്റി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? പോയില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. കട്ടായം പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി നോക്കിയായിരുന്നോ? ആശുപത്രി പോണ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ആശുപത്രിയിലും അമ്മ പോവായിരുന്നു. അതെന്താ അങ്ങനെ ചെയ്തേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചു കാലം കൂടെ അമ്മേനെ കണ്ടോണ്ടിരിക്കുന്നത്. അതല്ല മക്കളെ, ഈ റാബീസ് ഇല്ലാത്ത എന്റെ ശരീരത്തില് റാബീസ് വാക്സിൻ കുത്തിവെക്കേണ്ട കാര്യമുണ്ടോ? ഞാനിന്ന് അമ്മയെ തേടി വന്നത് എന്താണ് അമ്മ ഇന്നിപ്പോ ഒറ്റയ്ക്കുള്ള ഈ ജീവിതത്തിൽ അമ്മയുടെ ജീവിതം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ മോനോട് ഒരു കാര്യം പറയാം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ മക്കള് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഐഡിയ കുറച്ച് കൂടിയ ആളുകളാണ്. അതുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. അമ്മ ഈ ലോഹി സാറിന്റെ ആ ഒരു മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? അവസാന നിമിഷം എങ്ങനെയാന്ന് വെച്ചാല് ഒരു മരുന്നുണ്ട്, ഹോമിയോ മരുന്നാണ്. അത് പൊടിച്ച് ഇപ്പൊ എല്ലാവരും ഇത് ഹോമിയോ എന്ന് കേൾക്കുമ്പോൾ കിടന്ന് ഒച്ച ഉണ്ടാക്കും. എൻ്റെ അനുഭവം മാത്രം. അത് പിടിച്ച് സാറ് കസേരയിൽ ഇരുത്തി അത് മേടിച്ച് സാറ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു. എൻ്റെ കൈ സാറിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആ മരുന്ന് ഇത് സാറിൻ്റെ കൈയാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ആ മരുന്ന് വായിലിട്ടിട്ട് എൻ്റെ കയ്യിലെ പേപ്പർ കൊടയിപ്പിച്ചിട്ട് എൻ്റെ ഈ കൈ സാറിൻ്റെ നെഞ്ചത്ത് വെച്ച് കൂട്ടിപ്പിടിച്ചു. വലത് കൈയും കൊണ്ട് എൻ്റെ കൈ സാറിൻ്റെ നെഞ്ചത്ത് അമർത്തിയിട്ട് ഇടത് കൈയിൽ വെള്ളം കോരി പിടിച്ചിരിക്കണ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് സിന്ധുവെന്ന് പറഞ്ഞിട്ടാണ് കണ്ണടച്ചത്. അപ്പം തത്തകൾ വന്നു. ഞാനത് കുറേ കാലം അന്വേഷിച്ചു. പിന്നെ എനിക്ക് പിടികിട്ടി ആ തത്ത നമ്മുടെ ശ്രീമൂലസ്ഥാനത്തെ തത്തയാണ്. തുഞ്ചൻ പറമ്പില് തത്തയുണ്ട്, മൂകാംബിക ദേവിയുടെ തോളത്ത് തത്തയുണ്ട്. പിന്നെ വേറെ പറയാന്നുണ്ടെങ്കിൽ വ്യാസമഹർഷി ഹോമകുണ്ഡം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ വന്നു. മഹർഷിക്ക് അതങ്ങട് ഇഷ്ടമായില്ലേ. പക്ഷെ ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടുപോയി. ആ സ്ത്രീ തത്തയായി പറന്നുപോയി. അങ്ങനെ ആ ഹോമകുണ്ഡത്തിൽ നിന്നാണ് ശുഗമഹർഷി ജനിച്ചത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ലോഹി സാറ് ഒരുപാട് പേരെ ശരിക്കും പറഞ്ഞാൽ അവർ നടന്മാരാണ് അല്ലെ നടിമാരാണ് എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലായത്, ലോകർക്ക് മനസ്സിലായത് ലോഹി സാറിന്റെ തൂലികയിൽ നിന്നും ചില കഥാപാത്രങ്ങൾ എഴുതി വന്നതിന് ശേഷം ആ കഥാപാത്രങ്ങൾ ഇവർ നിറഞ്ഞാടിയപ്പോഴാണ് അവരിൽ നല്ലൊരു കലാകാരനുണ്ട്, അവരിൽ നല്ലൊരു കലാകാരിയുണ്ട്, അഭിനയിക്കാൻ അറിയാമെന്ന് മലയാളികൾ പലരും മനസ്സിലാക്കിയത്. അങ്ങനെ അഭിനയിക്കാൻ അറിയാമെന്ന് അവരെ കൊണ്ട് കാണിപ്പിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ശരിപാട് നാഷവാടും ഒക്കെ കിട്ടിയതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ വലിയ പ്രതിഭയാണ്. അവർക്കൊക്കെ ഒരു ലോകം ഉണ്ടാക്കി കൊടുത്തത്, അവരെയെല്ലാം അവരാക്കിയത് ഈ മഹാനായിട്ടുള്ള പ്രതിഭയാണ്. അവരാരെങ്കിലും വന്നിരുന്നോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ? അല്ല, അത് ഞാൻ പ്രത്യേകം ഞാൻ മക്കളോട് പറയുന്നു. എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. കാരണം അഭിനയമാണ് അവരുടെ തൊഴിൽ. അവർ ജനത്തിന് കൊടുക്കുന്നത് അവരുടെ അഭിനയമാണ്. ഇപ്പൊ മോഹൻലാലിന് ഭരതവാടി കിട്ടിയത് ഭരതത്തിലൂടെയാണ്. അതുപോലെ മമ്മൂട്ടിയുടെ തനിയാവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തനിയാവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് അവാർഡ് ഒന്നും കിട്ടിയില്ല. അമരത്തിനും മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയില്ല. അമരത്തിന്റെ അവാർഡ് പ്രഖ്യാപിക്കണ അന്ന് എൻ്റെ മോന്റെ പിറന്നാള് ആഘോഷിക്കുന്ന ദിവസമായിരുന്നു. അത് മുരളി സാറും നമ്മുടെ കൈതപ്പുറവും സാറും ഒക്കെ കൂടെ മൂകാംബികയിൽ പോയിട്ട് വന്നിട്ടാണ്. അന്നാണ് വീട്ടില് മോന്റെ പിറന്നാള്. അപ്പോഴാണ് അവാർഡ് പ്രഖ്യാപനം വന്നത്. മമ്മൂക്കയ്ക്കില്ല, മുരളി സാറിനുണ്ട്. ലോഹിതദാസിന് അവാർഡില്ല. ലോഹിതദാസ് 36 സിനിമ എഴുതിയിട്ടും ലോഹിതദാസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. തനിയാവർത്തനത്തിന് നാഷണൽ അവാർഡ് എന്ന് തലേ ദിവസം രാത്രി വരെ അവിടെയുള്ളവർ പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ അവാർഡില്ല. അപ്പോൾ പറഞ്ഞു ലോഹിതദാസ് ചെറുപ്പമാണ്, 32 വയസ്സല്ലേ ഉള്ളൂ, ഇനിയും അവസരമുണ്ട്. അതുകൊണ്ട് അനന്തരം മികച്ച സിനിമയും മികച്ച തിരക്കഥയുമായി. പക്ഷേ ലോഹിതദാസിന്റെ തനിയാവർത്തനം ഇന്ന് 16 വയസ്സുകാരൻ കണ്ടിട്ട് 3 വട്ടം കണ്ടിട്ട്
ഹാങ് ഓവറായി. ഈ മനുഷ്യൻ എങ്ങനെ എഴുതിയെന്നാ ചോദിക്കണേ. തനിയാവർത്തനം എഴുതുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറിട്ട് നിൽക്കുന്ന ഒരു അവസര. 86 കഴിഞ്ഞ് 87 ജാനുവരിയിൽ കഴിഞ്ഞിട്ടുള്ള ഏപ്രിലാണ് സിബി മലയിലുമായിട്ടുള്ള കൂടിക്കാഴ്ച വന്ന് സിനിമ ചെയ്യുന്നു. 84 ഞാൻ ലാബിലുള്ള സമയത്താണ് കാണാൻ കൊതിച്ച് എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് ബിനി ടൂറിസ്റ്റ് ഹോമിൽ ഇരുന്ന ആൾ സിനിമ എഴുതുകയും പിന്നെ അവർ റെക്കോർഡിങ്ങിന് വേണ്ടി തരങ്കണിയിൽ പോയി ദാസേട്ടൻ പാടി, വിദ്യാധരൻ മാഷ് സംഗീതം, ഭാസ്കരൻ മാഷ് എഴുതിയ വരികളാണ് കാണാൻ കൊതിച്ച് എന്ന പടത്തിലെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും 84. അപ്പം അന്നേ ലോഹിതദാസ് സിനിമ എഴുതുന്ന ആളാണ്. ഒരിക്കലും കണ്ണുനീര് വരില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള കുറേ ആളുകൾ, ഒരിക്കലും കരയാത്ത കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വരെ കണ്ണ് നനയിച്ച സിനിമകൾ, വാത്സല്യം പോലെ, കിരീടം പോലെ, തനിയാവർത്തനം കണ്ടിട്ട് കണ്ണ് നിറയാത്തവൻ മനുഷ്യനല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നു കിരീടം ക്ലാസിക് പടാണെന്ന്. പക്ഷേ ആ സിനിമ ഇറങ്ങിയ കാലത്ത് പല വാരികകളിലും സിനിമാ നിരൂപണം വരും ലാസ്റ്റ് പേജിൽ. അതിൽ ഗുണ്ടാപ്പടം എന്നാണ് കോഴിക്കോടൻ മാതൃഭൂമിയിൽ കിരീടത്തെ എഴുതിയത്. അല്ല, ഇത് പറ ഗുണ്ടാപ്പടം എന്നാണ് കിരീടത്തെ കോഴിക്കോടൻ എഴുതിയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. എനിക്കൊരു വേദനയുണ്ട് മോനെ. ലോഹിതദാസിന്റെ വേർപാടിന് ശേഷം ആരോഗ്യ മാസിക ഒരെണ്ണം ലോഹിതദാസ് മദ്യപാനി ആയിരുന്നു, അതുകൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. 8 വർഷം വരെ ഒരു കുപ്പി പൊട്ടിച്ചത്. ഇപ്പൊ ആരോ കൊണ്ടുവന്ന കുപ്പി അവരുള്ളപ്പോൾ പൊട്ടിച്ചതാ. 8 കൊല്ലം വരെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ലോഹിതദാസ് മദ്യപാനി അല്ല, കള്ളു കുടിക്കും. ഡയബറ്റിക് മാറാനായിട്ട് തെങ്ങുകളിൽ വളരെ നല്ലതാ. ലിവർ സിറോസിസ് മാറാൻ പനങ്ങളിൽ വളരെ നല്ലതാ. ചിക്കൻ ബോക്സ് പിടിച്ച് വളരെ ദാരുണമായ അവസ്ഥയല്ലായ എനിക്ക് പനങ്കള്ള് ഏൽപ്പിച്ചിരുന്നു, കരിമ്പനയുടെ കള്ള്. അത് ഞാൻ കുടിച്ചു. എനിക്കിതൊന്നും പറയാൻ എന്തിനാ ഞാൻ മടിക്കണത്? ഒന്നും മറച്ചു വെക്കണ്ട. മറയില്ലാത്തവളായതുകൊണ്ട് എനിക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് വലിയവന്മാരെന്ന് മക്കൾ പറയുന്ന ആളുകൾ എന്നെ ഭ്രാന്തിയാണെന്ന് പറയുന്നു. അത് പറയണവർക്കറിയാം. അവർക്ക് അതിനുള്ളത് തിരിച്ചറിവ് തന്നെ കാലം കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമ എഴുതി കഴിഞ്ഞാൽ അത് റിലീഫ് ആവുമ്പോൾ പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഇവിടെ വരുമ്പോൾ ആരെങ്കിലോടും പറഞ്ഞാൽ 5-10 ലിറ്റർ കള്ള് കൊണ്ടുവരും. അതിൽ ഞങ്ങൾ നാരങ്ങ നീര് പിഴിഞ്ഞു ഒഴിച്ചാൽ പിന്നെ ഫെർമെൻറ്റേഷൻ നടക്കില്ല, ഡോസ് കൂടൂല. മനസ്സിലായോ? അത് ചൊറുക്കയായി മാറില്ല, അതിൻ്റെ മധുരം നിലനിൽക്കും. അപ്പം അതിൽ മഞ്ഞപ്പൊടി ഇടും, ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കും, എന്നിട്ട് കുടിക്കും. ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് മറ്റേ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഞാൻ പാട്ടുകാരനല്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് അത് പോകുന്നില്ല. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേരിൽ നിരാശതൻ കണ്ണീരിൽ ആനനാനങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ഭാരങ്ങളും പങ്കുവയ്ക്കാം. എൻ്റെ മക്കൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് എന്തൊക്കെ കൊണ്ടുവരും എന്നറിയോ? എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പിറന്നാൾ സമ്മാനം എത്തിക്കും, ഓണത്തിന്, വിഷുവിന്. ഇതല്ലാണ്ട് കാണാൻ വരുമ്പോൾ അതേ കൊണ്ടുവരുന്ന വസ്തുക്കളൊക്കെ ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടില്ല, ഈ ചാക്കിലിട്ടേക്കുക. ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, ഇന്നലെ വന്നവർ കൊണ്ടുവന്നതാ കുറെ ബിസ്ക്കറ്റ്, ആപ്പിള്. അല്ല, ഞാൻ പറയണേ, ഞാൻ ഒറ്റയ്ക്കല്ല. അതെ, ഇത് കണ്ടോ, തിരക്കുണ്ടെങ്കിൽ ഈ നൂഡിൽസ് കഴിക്കണം എന്നോട് പറയും. ചപ്പാത്തി കൊണ്ടുവരും, അത് ചുട്ട് തിന്നണം. ഇതൊന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റ് തിന്നണം. ഇതൊക്കെ ഇവർ കൊണ്ടുവരുന്നതാ. പിന്നെ ഇത് എൻ്റെ മക്കൾക്കും ബിസ്ക്കറ്റൊക്കെ കൊടുക്കാലോ. ഞാൻ ബിസ്ക്കറ്റ് തിന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാലോ. അതൊക്കെ അവർ തിന്നട്ടെ. ഇപ്പോൾ വരുന്നവരുടെ കാര്യം പറഞ്ഞു, ഈ അടുത്ത് വല്ലതും മോഹൻലാലോ ശ്രീ മമ്മൂട്ടിയോ ആരെങ്കിലും വന്നിരുന്നു ഇവിടേക്ക്? അല്ല, അവരങ്ങനെ വരാറില്ല മക്കളെ. അവർക്ക് വിരോധമൊന്നുമില്ല, അവർ വരാറില്ല, അവർക്ക് സമയമില്ല. അമ്മ, വലിയ താരങ്ങളൊക്കെ അവർ സമയമില്ലാതെ ആയത് എങ്ങനെയാണെന്ന് അറിയാമോ? അല്ല, അതിന് കഥയില്ല മക്കളെ, ഞാൻ ആശിക്കണില്ല. ഒരു താരം എങ്ങനെയാണ് താരമാകുന്നത്? നല്ലൊരു എഴുത്തുകാരനുണ്ടെങ്കിൽ മാത്രമേ ഒരു താരം ജനിക്കുകയുള്ളൂ. ആ എഴുതിയ ഭാഗങ്ങൾ അഭിനയിക്കുമ്പോഴാണല്ലോ ഒരു ശരിക്കും പറഞ്ഞൊരു നല്ല നടനായി മാറുന്നത്. 37ാമത്തെ മോൻ അനാഥനായി. അവന് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടി. പിന്നെ 38ാമത്തെ കുട്ടിയാണ് ഭൂതക്കണ്ണാടി.
ഉണ്ടെങ്കിൽ ഇവര് മാറ്റിത്തരും. ഇവര് മാറ്റിത്തരും. അവനും പേടി മാറി. കപ്പുറോ അവന് പേടി മാറി. കുറെ പേരുണ്ടല്ലോ, ഞാൻ വിചാരിച്ച ഒരാളെ ഉള്ളത്, ഇത് ഒരുപാട് പേരുണ്ടല്ലോ. അല്ല, അവന് ഇല്ല മോനെ, ഇവരോളം വൃത്തിയുള്ള ജീവി ഇല്ല. ഇവർക്ക് സ്മെല്ലേ ഇല്ല. കൂടെ കെടുക്കാം, സ്നേഹം. ഇവിടെ ആരെങ്കിലും വരുമ്പോ ഇവന് കുശുമ്പാ. അല്ല, അവരെയൊക്കെ ലാളിച്ച കുഴപ്പമില്ല. മുൻപ് ആദ്യ സമയത്ത് ദിലീപ് ഇവിടെ വന്നിരുന്നല്ലോ. സാറിന് ശേഷം ഇവിടെ വരികയൊക്കെ ചെയ്തേക്കണ കുട്ടിയാ. മമ്മൂക്ക എന്ന് പറഞ്ഞ ആളുടെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം. മമ്മൂക്ക പറഞ്ഞ് ഇപ്പം മോനൊക്കെ സംവിധാനം ചെയ്യും, ക്യാമറ ഒക്കെ ചെയ്യും. അപ്പോഴും അല്ല, താല്പര്യങ്ങൾ പറയുമ്പോൾ മമ്മൂക്ക പറയാം, എഴുതാൻ ആളില്ലാത്തത്, എഴുതാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുതട്ടെ. പിന്നെ മമ്മൂക്കക്ക് എപ്പോഴും ചെയ്ത പോലത്തെ വേഷം ചെയ്യാൻ താല്പര്യമില്ല. ഇനി വെറൈറ്റി ചെയ്യണം ആൾ. അതാണ് വെറൈറ്റി ഉണ്ടെങ്കിൽ അവര് മമ്മൂക്കാന്റെ അടുത്ത് ചെന്നാൽ ഡേറ്റ് കിട്ടും. മമ്മൂക്കാന്റെ മോനും പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് തരാന്ന്. അവർക്ക് അവിടെ എത്തണമെങ്കിൽ വേറെ പല കടമ്പകളും കടക്കണം. ഈ കടമ്പകളാണ് ഒരു നടനെ നശിപ്പിക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറയുന്നത്. അവർക്ക് നേരിട്ട് കഥ കേൾക്കാൻ അവസരമില്ല നടന്മാർക്ക്. മമ്മൂക്കയ്ക്ക് ഒരു പരിധി വരെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ദുൽഖറിനൊന്നും ആ അവസരമില്ല. കാരണം ബോർഡിലിരിക്കുന്ന ആളുകള് അവരുടെ കഥ എടുക്കണം എന്നാ വിചാരിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് ഒരുവൻ വന്നാൽ അവന്റെ കഥ എടുപ്പിക്കും. ഞാൻ ഉള്ള കാര്യം പറയണേ. ഇപ്പൊ നമ്മുടെ ലാൽ സാറിന് പറ്റിയത് കഥ ആ മനുഷ്യന് നേരിട്ട് കേൾക്കാൻ അവസരമില്ല. അതുകൊണ്ട് ആൾക്ക് ഇപ്പൊ മമ്മൂക്ക ചെയ്യുന്ന പോലത്തെ മികച്ച സിനിമകൾ ചെയ്യാനുള്ള അവസരം ഇല്ലാണ്ടായിപ്പോയി. അത് ആ മനുഷ്യൻ പാവായി പോയിട്ടാ. നല്ല കഥകളുമായ ആളുകൾക്ക് അവരെ സമീപിക്കാൻ പല കടമ്പ കടക്കണം. പിന്നെ ഒരു കലാകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ പല പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാനുള്ള കാര്യം പറയാം. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞ് കസ്തൂരിമാനും കഴിഞ്ഞ് തമിഴില് പടം പ്രൊഡ്യൂസ് ചെയ്തു. ആ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സാമ്പത്തികമായ വലിയ ഇത് വന്നു. പക്ഷെ അത് എന്തുകൊണ്ട് എനിക്ക് അവിടെ എത്തേണ്ടി വന്നു എന്നുള്ളത് ഒരു പരമസത്യം പുറത്ത് പറയാത്ത ലോഹിതദാസിന് ഉപരോധം വന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ. അങ്ങനെയാണ് തമിഴിൽ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ റെഡിയായി തമിഴിൽ പിടിക്കാൻ. പക്ഷെ അയാളുടെ വടക്കുനാഥൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു. ലോഹിതദാസിനെ വെച്ച് നിങ്ങൾ തമിഴിൽ പടം ചെയ്താൽ. ഇത് അവസാനം ഇയാൾ പറയണത്. അപ്പോഴേക്കും ഇവരോടൊക്കെ പറഞ്ഞു. കാരണം തമിഴിലുള്ള സിനിമക്കാർക്കൊക്കെ കമലഹാസൻ തനിയാവർത്തനം കണ്ട അന്നു തുടങ്ങി ലോഹിതദാസിന്റെ ആരാധകരാണ്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അത് മുരളി സാറ് പറയും. അവിടെ ചെന്നിട്ട് അമരത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഓരോ ഡയറക്ടർമാരും അയ്യോ പടച്ചു വീഴാണ് ലോഹിതദാസിന്റെ സിനിമകളെ പറ്റി പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ലോഹിതദാസിനെ ഉപരോധിക്കാൻ പറ്റില്ല. പക്ഷെ പടം വിജയിച്ചു. സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടി പ്രൊഡ്യൂസർ എന്ന നിലയിൽ. ഇവിടെ ഞാൻ പടം എടുത്ത എനിക്ക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടില്ല. ഏത് പടം എടുത്താലും കിട്ടില്ല. ലോഹിതദാസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ലോഹിയെ പറ്റി ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നവർ പറയും സിന്ധുവാണ് എല്ലാത്തിനും കാരണം ലോഹി ഡയറക്റ്റ് ചെയ്യേണ്ടില്ലായിരുന്നു, സിന്ധു ആണ് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയണതെന്ന്. അത് ഡോക്ടർ പറഞ്ഞേ. കാരണം ഇപ്പൊ ഞാൻ പറയണേ 36ാമത്തെ പടം എഴുതി തൂവൽക്കൊട്ടാരം എഴുതി കഴിഞ്ഞിട്ട് ആ മനുഷ്യന് തല ഫ്രീ ആക്കാൻ പറ്റാതെ കണ്ടാണ് കോഴിക്കോട് പോയി മറ്റൊരു സിനിമ പേരുമില്ല നാളുമില്ല പണവും ഇല്ലാണ്ട് എഴുതി കൊടുത്തത്. ഈ തല പ്രഷർ ഓരോ ക്യാരക്ടർ എഴുതുമ്പോൾ അതിന്റെ പ്രഷർ മുഴുവൻ ആവാഹിച്ച് താൻ ഓരോ നടനുമായിട്ടാണ് ആ ക്യാരക്ടർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മീര ജാസ്മിന് ശരിക്കും പറഞ്ഞ നല്ലൊരു വേഷം കൊടുത്തത്, അതുപോലെ മഞ്ജു വാര്യരുടെ സല്ലാപം ഒക്കെ. അപ്പൊ ഇവരൊക്കെ അതില് സംയുക്ത വർമ്മയ്ക്ക് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ലക്ഷ്മി ഗോപാലസ്വാമി അരണ്യങ്ങളുടെ വീട്. ഇതിപ്പോ നമുക്ക് ഈ മഞ്ജു വാര്യരോ മീര ജാസ്മിനോ ആരെങ്കിലും ഇവിടേക്ക് വന്നിരുന്നോ? അല്ല, മഞ്ജു എന്റെ മോന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിലും അവന് സമ്മാനം അയച്ചു കൊടുത്തു, പണം അയച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ അല്ല, അവരൊക്കെ ഭയങ്കര ബിസി. പിന്നെ 2007 മുതൽ സാറും മീര ജാസ്മിനും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. 9 സാറ് പോണത്. 7 മുതൽ ഫോൺ വിളി ഒന്നും ഉണ്ടായിട്ടില്ല. സാറ് എപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുട്ടിയെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ സാറ് അവസാനം മനസ്സിലായി, അല്ല ആരായാലും ഈ പെൺപിള്ളേരെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായി എന്നുള്ള തന്റെ സമയം വേസ്റ്റായി എന്നുള്ളത് ബോധ്യമായി. അതെന്റെ മക്കൾക്ക് കൊടുത്തില്ലല്ലോ എന്നുള്ള ദുഃഖവും സാറിനുണ്ടായി. മക്കൾക്ക് അങ്ങനെ അല്ലാതെ ഉപദേശം കൊടുക്കല്ലേ, ഇവരെ ഉപദേശിക്കാനും ഇവരൊക്കെ കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ മക്കൾക്ക് അത് കൊടുത്തില്ല. ആ ടൈം എന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എന്റെ മുത്തപ്പന് ഉണ്ടായി.
വീട്ടിൽ വന്നാൽ ഒരു പത്രം പോലും വായിക്കില്ല. എൻ്റെ തലോടൽ കൊണ്ട് ഇങ്ങനെ നിൽക്കണം. എന്തിനു പറയണേ, എൻ്റെ മുത്തപ്പന് ലാസ്റ്റ് ആ ബുധനാഴ്ച കുളിപ്പിച്ചത് മോന. മനസ്സിലായില്ല എനിക്ക്. ഇപ്പൊ 2009 സാറിന്റെ ദേഹവിയോഗം നടന്നു, അത് ഞായറാഴ്ചയാണ്. ആ ബുധനാഴ്ച അപ്പൊ എനിക്കാണെങ്കിൽ പൂര ഷുഗറാ. ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞു നീ അച്ഛനെ കുളിപ്പിച്ചോളാൻ പറഞ്ഞു. കുഞ്ഞു കുഞ്ഞുന്ന് വിളിക്ക, കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ കുഞ്ഞു വിജയ് ശങ്കർ. അപ്പൊ മോനാണ് അച്ഛനെ കുളിപ്പിച്ചത്. കാരണം ആരോഗ്യ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നട്ടെല്ലില് ഗ്യാപ്പ് വന്നു. തൊറാസിക് സ്പോണ്ടിലോസിസ് എന്ന് പറയും. നട്ടെല്ലില് ഗ്യാപ്പ് വന്നു. അപ്പൊ ഈ പ്രാണവായുവിന്റെ സഞ്ചാരം നട്ടെല്ലിലൂടെ ഉള്ളത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബോഡിക്ക് ഓക്സിജൻ കമ്മിയായി. അപ്പോ ശ്വാസത്തിന് വേണ്ടത്ര ഓക്സിജൻ ബോഡിക്ക് കിട്ടിയില്ലെങ്കിൽ യൂറിൻ കറക്റ്റായി പോവില്ല. നമ്മുടെ ഓർഗാനുകൾ മുഴുവനും കൃത്യമായി വർക്ക് ചെയ്യില്ല. അതിന് മെയിൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉഴിച്ചിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഒരു യാത്ര തന്നെ പോയി. പിന്നെ നമ്മളുടെ സർക്കാരിന്റെ റോഡ് മുഴുവൻ കട്ടറാണ്. അപ്പൊ വെയിറ്റ് ഉള്ള ഇപ്പൊ ബെൻസ് പോലത്തെ BMW പോലത്തെ കനമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ കട്ടറിൽ ചാടിയാൽ പ്രശ്നമില്ല. ഇതെല്ലാ കട്ടറിലും ചാടി ചാടി എൻ്റെ മുത്തപ്പൻ്റെ നട്ടെല്ല് ഇളക്കം വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരാഴ്ചയിൽ 1.5 ഇടവിട്ടിട്ട് ഇത് വലിച്ച് സീറ്റിംഗ് ആക്കും. അവിടെ നിന്ന് ശരിയാക്കി വരുമ്പോഴേക്കും വീടെത്തുമ്പോഴേക്കും വീണ്ടും കട്ടറിൽ വീണ് അത് മാറും. പുറത്ത് ഈ പറഞ്ഞ പോലെ നീർക്കെട്ട് വരും ബാക്കില്. തലേ ദിവസം രാത്രി വരെ എണ്ണയൊക്കെ ഇട്ട് ഈ മരണത്തിന് തലേദിവസമാണോ? തലേദിവസം വരെ ഞങ്ങള് ഡോക്ടറെ കാണുകയും പുറത്ത് എണ്ണിയിട്ടു. അപ്പൊ ഞങ്ങള് ഇവിടെ ഇല്ല, ഈ വീട്ടിലല്ല. 10 ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 19-ാം തീയതിയാണ് ജൂൺ. അപ്പോൾ 18-ാം തീയതി തുടങ്ങി ആലുവയിലെ വീടുണ്ടായിരുന്നു, ദേഹവിയോഗം നടന്ന വീട്. അന്ന് ആ സമയത്ത് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം പോയതിനു ശേഷം അന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജപ്തി നടപടി ആരംഭിക്കുന്നു. ഈ വീടും ആ വീടും കൂടെ ചേർന്ന് അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ വേണ്ടി പണയം വെച്ചതാണ് എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത്. അല്ല, കാര്യം എന്തോ ആവട്ടെ, പണയം വെച്ചതാണ്. ഉമ്മൻചാണ്ടി സാറ് അത് മറ്റ് ധനകാര്യമന്ത്രി ഏൽപ്പിച്ചെങ്കിലും ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരുന്നു. ഈ ലോഹിതദാസിന്റെ മഹത്വം ധനകാര്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു. എഴുത്തുകാരനെ എത്ര പറഞ്ഞാലും അവർക്ക് അറിയില്ല. സംവിധായകൻ എന്ന് പറഞ്ഞാൽ എന്തോ മലയാണെന്നും എഴുത്തുകാരനെ കുറിച്ച് അവർക്ക് അറിയില്ല. പിന്നെ നമുക്ക് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട്, ഫേക്ക് ആണെന്ന് ധനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർ പറയുകയൊക്കെ ചെയ്തു. സംവിധായകനും അഭിനേതാവും ഒക്കെ അവർക്ക് അവരുടെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളിത് പേപ്പറുമേ കുറിക്കണം അല്ലേ? ഇപ്പൊ അമരത്തില് മമ്മൂക്കാന്റെ റോള് വേറെ ഏത് നടൻ അഭിനയിച്ചാലും അവിടെ എത്തില്ല. ഇനിയിപ്പൊ കിരീടത്തില് മോഹൻലാല് അഭിനയിച്ച ആ വേഷം ലാലിനോളം ഭംഗിയായി അതിലും ദശരഥത്തിലും ചെയ്യാൻ അന്ന് കാലത്ത് ഇവിടെ ആളില്ല. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചൊരു കാര്യം കൂടെ, ജപ്തി നടപടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അത് ഇവിടം വരെ എത്തി. പിന്നീട് എങ്ങനെ? അല്ല, അതൊക്കെ പിന്നെ ഞാൻ വീടൊക്കെ വിറ്റല്ലോ, അതും ഇതൊക്കെ വിറ്റു, എല്ലാനും വിറ്റു. പിന്നെ അതിലും എനിക്ക് സങ്കടമില്ല. ശരിക്കും പറഞ്ഞാൽ ലോക സിനിമയുടെ മുമ്പിൽ വെക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് മലയാളികൾക്ക് ആകെയുള്ള ഒരു എഴുത്തുകാരനാണ്. MTക്കും പത്മരാജനും ഒക്കെ ശേഷം നമുക്കൊരു എഴുത്തുകാരുണ്ട്. ഒരിക്കലുമല്ല ഞാൻ പറയുന്നത്, ഒരു MTക്കും ഒരു പത്മരാജനും ഒന്നും ശേഷമല്ല ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ലോഹിതദാസ് എന്ന് പറയുന്ന വലിയ കലാകാരന്റെ സിനിമ കണ്ട് അത് ഉള്ളിൽ സ്വീകരിച്ച് നിറകണ്ണുകളോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന നിമിഷങ്ങളിൽ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, ശേഷം എന്ന് പറയണമെങ്കിൽ അവരുടെ കാലം കഴിഞ്ഞിട്ട് വന്നവനായിരിക്കണം. അവർ നിൽക്കുമ്പോൾ വരുന്നവനെ ശേഷക്കാരൻ എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മള് പറയും ഫഹദ് ഒരിക്കലും ആരുടെയും ശേഷക്കാരനല്ല. ഇവർക്ക് ഒപ്പം നിന്നുകൊണ്ടാണ് ആ കുട്ടി അവർക്കൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ശേഷക്കാരൻ എന്ന് പറഞ്ഞ കാലഘട്ടം കഴിഞ്ഞിട്ട് വരുന്നവരെയാണ്. അവർ നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടിയും ആ കുട്ടിയുടെ കഴിവ് തെളിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹിന്ദിയിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, തെലുങ്കിലായിക്കോട്ടെ, അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഫഹദിനെ പോലെ അഭിനയിക്കണം എന്നാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഒരു പള്ളിയിലെ ബൈബിൾ പരിപാടി ആയിട്ട് ഒരു സിനിമ നമ്മുടെ ജോണി സാഗരിക ചെയ്യണു. അതിൻ്റെ ഒരു ഫംഗ്ഷൻ എറണാകുളത്ത് നടന്നു. അതിന് എന്നെ ക്ഷണിച്ചിരുന്നു. അല്ല, ഒരുപാട് ആളുകൾ പങ്കെടുത്തതല്ലേ, ഓഡിയൻസ് ആയി തന്നെ. ഫാസിൽ ഇറങ്ങി നടന്ന് പോവുക. ഫാസിലിന് എന്നെ അറിയില്ല. പക്ഷെ ഞാൻ ഒന്നിക്കോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ ആരുടെയും ശേഷക്കാരനല്ല എന്ന് ഞാൻ പറഞ്ഞു. ആ മനുഷ്യൻ കേട്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇന്ന് ഞങ്ങൾ ആരുടെയും നിയന്ത്രണ രേഖയിലല്ല, സ്വതന്ത്രരാണ്. ഒരാളും അവതാര്യം തന്നിട്ടില്ല. അത് അവരെ ശക്തരാക്കുക ചെയ്തിട്ടുള്ളൂ. എൻ്റെ മകൻ എഴുതി വെക്കും
എഴുതുന്ന ഓരോ സ്ക്രിപ്റ്റും വീണ്ടും വീണ്ടും അവൻ ശക്തിയോടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആരുടെ അവതാരം വേണ്ട, അവരുടെ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടിട്ട് ആ റോള് ചെയ്യാൻ ആരാണോ യോഗ്യൻ എന്നുണ്ടെങ്കിൽ അവർ വരട്ടെ. പക്ഷേ ലോഹിതദാസിൻ്റെ മക്കൾ ലോഹിതദാസിനേക്കാൾ മിടുക്കന്മാരാണ്. ലോഹിതദാസിന്റെ മക്കൾ എന്നുള്ള പേരിൽ ഒരു പരിഗണന അവർക്ക് മലയാള സിനിമ ലഭിച്ചിട്ടില്ല അല്ലേ? അല്ല, എന്തിനാ പരിഗണന വേണ്ട, ഒരിക്കലും വേണ്ട. അത് നമ്മളെ നശിപ്പിക്കുള്ളൂ. കഴിവ് കെട്ട് ഇപ്പോൾ അച്ഛൻ ഇതാണെന്ന് പറയുന്നത് കൊണ്ട് ആളുകൾക്ക് ഡേറ്റ് കിട്ടുന്നു, അവസരം കിട്ടുന്നു, അവാർഡുകൾ കിട്ടുന്നു. പാട്ട് പാടിയാൽ എത്രയോ മക്കൾ പരിഗണന വളരെയധികം കിട്ടും. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിഗണനയിൽ പോയി അവാർഡും പലതും കിട്ടുമ്പോൾ എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ളത് വരുന്നില്ല. ലോഹിതദാസ് സിനിമ പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ല, മമ്മൂട്ടി സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ല, മോഹൻലാൽ സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ല. അപ്പോ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാം, ലിജോ പല്ലിശ്ശേരി, ലിജോന്റെ അച്ഛനേക്കാൾ എത്രയോ മിടുക്കനാണ്. ഇപ്പൊ ഫഹദ് ആളുടെ അച്ഛൻ്റെ സിനിമകളിൽ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവരുടെയൊക്കെ കാഴ്ച അതുക്ക് മേലെ അച്ഛനെ വെട്ടി വളർന്നവനാണ്. കുഞ്ചൻ നമ്പ്യാർ ഈ നാട് വിട്ടു പോയി. അതെന്തുകൊണ്ടാ? ലോഹിതദാസും ഈ നാട് വിട്ട് പോയവനാണ്, ഈ വീട് പൂട്ടിയിട്ട് പോയവനാണ്. പിന്നെയാണ് എൻ്റെ മുത്തപ്പന് ദേഹവിയോഗം സംഭവിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ലക്കിടി വീട്ടിൽ വന്നാൽ മതി. ലോഹിത് സാർ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. കാരണം ലോഹിത് സാറിൻ്റെ ജീവിതത്തിൽ 56 വയസ്സ് കഴിഞ്ഞാൽ മറ്റൊരു മാറ്റം ഉണ്ടായിരുന്നു. സിനിമയൊക്കെ വിട്ടിട്ടുള്ളൊരു ജീവിതം ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ശരീരം പോരാന്ന് തോന്നിയപ്പോൾ സാറ് കൂടുമാറി, അത്ര തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോഹിത് സാർ ഉള്ള കാലത്തും എൻ്റെ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതെല്ലാവരോടും ഇപ്പൊ മക്കള് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഞാൻ അമ്മയെ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ലോഹിത് സാർ ഇങ്ങനെ പോകാറുണ്ടോ? അല്ല, ലോഹിത് സാർ ഉള്ളപ്പോ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ. അല്ല, ഇവിടെ നിൽക്കൂല, ഇവിടെ നിൽക്കാറില്ല. ചിക്കൻ ബോക്സ് പിടിച്ചപ്പോ മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ലോഹിത് സാർ എഴുതാനും വേണ്ടി സിനിമയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് ആലുവയിൽ വീടുണ്ടല്ലോ. മക്കള് സ്കൂളിൽ പോകണു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആലുവയിൽ വീടുണ്ട്. ഇപ്പൊ ലോഹിത് സാർ മരണപ്പെട്ടതിന് ശേഷം അമ്മ ഇവിടെ പോയിട്ടില്ല. 10 വർഷത്തോളം ആലുവയിലൊക്കെ തന്നെയായിരുന്നു, പല പല സ്ഥലത്ത് വീടുകളിൽ. ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ? ഇപ്പൊ ഞാന് ഈ കോവിഡിന് ശേഷമാണ് ഷാർപ്പായിട്ട് ഇവിടെ തന്നെ. ലോഹിത് സാറിനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? അവിടെ. വൈദികൻ തന്റെ സമൂഹത്തെ ചികിത്സിക്കുന്നു, പക്ഷെ കലാകാരൻ സമൂഹത്തെ ചികിത്സിക്കുന്നു. ലോഹിതദാസ് സ്നേഹം എന്ന ആ സത്തയെയാണ് തന്റെ തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ വെച്ചത്. അത് തൻ്റെ സിനിമ തിയേറ്ററിൽ വെച്ച് ഇരുട്ടായിരിക്കുന്ന അവിടെ ആളുകൾ കയറിയിരുന്ന് അതിലെ സത്യവും സ്നേഹവും എല്ലാം അനുഭവിച്ച് തന്നെ മറന്ന് ഞാനും നീയില്ലാതെ ഒപ്പം ചിരിച്ചും കളിച്ചും കണ്ണീര് വാറ്റിയും അവൻ വരുന്നു, അവനെ മറക്കുന്നു. ഇതാണ് ധ്യാനം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഈ ലോഹിതദാസ് നല്ല സിനിമ എന്ന് നിങ്ങൾ പറയുന്നതെല്ലാം തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ കരഞ്ഞു. നിങ്ങളപ്പോൾ ആരായിരുന്നു? നിങ്ങളിലെ നിങ്ങൾ ആരാണ്? എനിക്ക് അത്രേ അതൊന്നും പറയാൻ. എന്താ പറയാ, അവിടെ മോൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ഈ ഒരു എന്താ പറയുക, മോൻ എന്നെ വൃത്തിയോടെ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ കലക്കി കൂട്ടി വളരെ ഇതായിട്ട് കാണിച്ചു എന്നുള്ള സങ്കടം കൊണ്ടാണ് കുട്ടി ഇവിടെ വന്ന് ഈ ഇൻ്റർവ്യൂ എടുത്തത്. ലോക സിനിമയ്ക്ക് മുമ്പിൽ ഇതുപോലൊരു എഴുത്തുകാരനെ നമുക്ക് വേറെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രയും നമുക്ക് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ നമുക്ക് ഓർക്കാം നമ്മുടെ പ്രിയപ്പെട്ട ലോഹിതദാസ് സാറിനെ. ഒരു സുപ്രഭാതത്തിൽ കടക്കപ്പായെന്ന് ഞെട്ടി എഴുന്നേറ്റ് പോയി ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പത്മശ്രീയും പത്മഭൂഷണവും ഒന്നും അവരെ തേടിയെത്തില്ല. നല്ല തിരക്കഥാകൃത്തുകൾ, നല്ല എഴുത്തുകാർ അവരുടെ തൂലിക ചലിപ്പിച്ച് നല്ല വൃത്തിക്ക് നല്ല കഥാപാത്രങ്ങളെ ഉണ്ടാക്കുമ്പോഴാണ്, ആ കഥാപാത്രങ്ങൾ ഇവർ അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോഴാണ് ഇവർ ഒരു നല്ല നടനോ അല്ലെങ്കിൽ ഒരു നടിയോ ഒക്കെ ആവുകയുള്ളൂ. അപ്പോഴാണ് 5 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമൊക്കെ പ്രതിഫലം മേടിക്കുന്നവർ കോടികൾ പ്രതിഫലം മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ കോടികൾ പ്രതിഫലം പറ്റുന്ന സൂപ്പർ താരങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവരൊരുപാട് തിരക്കിലാണെന്നുള്ളതാണ് ഈ അമ്മ പറഞ്ഞത്. അവർക്ക് എങ്ങനെയാണ് ഈ തിരക്കൊക്കെ ഉണ്ടായത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സ്വന്തം മനസാക്ഷിയോടെങ്കിലും ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. എനിക്ക് എന്താണ് ഒരു കൺക്ലൂഷൻ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ദുഃഖം തോന്നുന്നു, ഒരുപാട് ദുഃഖം തോന്നുന്നു. നമ്മളെല്ലാവരും ആദരവോടുകൂടിയിട്ട് ബഹുമാനത്തോടുകൂടിയിട്ട് കാണുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ ലോഹിതദാസ് സാറിൻ്റെ ഭാര്യ
ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അവരൊറ്റയ്ക്ക് കഴിയാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. രാത്രി സമയമൊക്കെ ഇവർ തനിച്ചാണ് ഇവിടെ. ഈ 10-12 നായ്ക്കൾക്കിടയിൽ ഇവർ തനിച്ചാണ്. വല്ലാത്തൊരു ജീവിതം പോലെ എനിക്കെന്തോ തോന്നി. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം.